റസൂലി തങ്ങൾ വഫാത്തായിട്ട് ഇവിടെ പോയിന്റ്, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ഖബർ തുറന്നുപോയി. നോക്കുമ്പോൾ ജസൂലി തങ്ങളാണ്. എന്തോ നിർമ്മാണത്തിന് വേണ്ടി കുഴിച്ചപ്പോൾ ഖബർ തുറന്നുപോയി. ജനങ്ങൾ നോക്കുമ്പോൾ കഫൻ തുണി മാറ്റി നോക്കുമ്പോൾ ജസൂലി തങ്ങളാണ്. താടിയിൽ നിന്നും ഒളു ചെയ്തതിൻ്റെ വെള്ളം ഇറ്റു വീഴുന്നത് പോലെ നെറ്റിയാരിങ്ങനെ വിരലമർത്തുമ്പോൾ ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിൽ രക്തം മാറിപ്പോകുന്ന പോലെ മാറിപ്പോവുകയാണ്. അന്നത്തെ ഉലമാ രോഗം ഐക്യകണ്ഠേന ഫത്വ കൊടുത്തു. ജസൂലി തങ്ങൾ സലാത്തിനെ പെരുപ്പിച്ചതിനെയും അതിനെ ആദരിച്ചതിൻ്റെയും പവറാണ് ഈ കണ്ടത്. കിടക്കാൻ സുഖമായിട്ട് ഞാൻ പറയാം, നബി ആവാൻ നമുക്ക് പറ്റൂല. ഈ പറയപ്പെട്ട ഒരു യോഗ്യതയിലേക്ക് നമുക്ക് എത്താൻ പറ്റൂല. ഞാൻ ചോദിക്കട്ടെ, 100 സലാത്ത് ഡെയിലി അല്ല നമുക്ക് ആർക്കാർ പറ്റാത്തത്? ബഹുമാനികളെ, ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയരാൻ തങ്ങൾ പഠിപ്പിച്ചു. നിങ്ങൾ 100 സലാത്ത് പതിവാക്കിയാൽ നിങ്ങളിലേക്ക് ഈമാൻ വന്നു. ഈമാൻ വന്നാൽ പിന്നെ നമുക്ക് നന്മകൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലുണ്ടാവുള്ളൂ. ഈമാൻ വരുന്നെന്ന് മാത്രമല്ല, മഹ്ശറയിൽ നിങ്ങൾ ശുഹദാക്കളോടൊപ്പമാണെന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. ഇതിനൊക്കെ ഒന്ന് അകത്തിക്കൊണ്ടിരിക്കുക ബഹുമാനികളെ. ഞാനതാ ഒരു ഹദീസ് ഓതിയത്. ഇന്ന് സലാത്ത് എവിടെയെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് മെക്കിട്ടൂരാണ്, ഇത് റസൂല്. ഇതാണ് ഇപ്പോഴത്തെ ചോദ്യം. എൻ്റെ കൊച്ചിന് ഒരു തലവേദന. ഞാൻ പറഞ്ഞു, മോനെ ഒരു കടലാസും കൊടുത്ത് ഞാനെന്താ അതിൽ എഴുതി, അല്ലാഹുവേ പൊന്നാ റസൂലുള്ളാഹിക്ക് നീ ഗുണം ചെയ്യ് റബ്ബേ, പൊന്നാ റസൂലുള്ളാഹിക്ക് നീ രക്ഷ ചെയ്യ് റബ്ബേ. ഇതൊരു 100 ആഴ്ച മോൻ ചൊല്ലിയിട്ട് ഉള്ളം കയ്യിലേക്ക് ഇങ്ങനെ ഊതിയിട്ടാൽ നെറ്റിയാലും തടകുവനെ. അല്ലാഹു തആല സലാത്തിൻ്റെ ബർക്കത്തുകൊണ്ട് ശിഫിയാക്കി തരുന്നു. കൊച്ചിങ്ങനെ കടലാസിൽ നോക്കിയിട്ട് അല്ലാഹുവേ നീ റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യണേ, അല്ലാഹുവേ നീ റസൂലുള്ളാഹിക്ക് രക്ഷ ചെയ്യണേ. അപ്പോൾ ഒരു കഴിച്ച കെട്ടിയെടുത്ത് ഇത് സലാത്ത്. എന്നിട്ട് സലാത്ത്, അല്ലാഹുവേ നീ റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യണേ, അല്ലാഹുവേ നീ റസൂലുള്ളാഹിക്ക് രക്ഷ ചെയ്യണേ. ഇത് റസൂലുള്ളാഹിയുടെ കാലത്തുള്ള റസൂലുള്ളാഹിയുടെ കാലത്തുണ്ട്. അവിടെ എങ്ങനെയാണ് ഇപ്പം എൻ്റെ വാപ്പ എഴുതി തന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ വാപ്പ എഴുതി തന്നുകൊണ്ടിട്ട് ഇത് സലാത്തല്ലാണ്ടാവോ? ഇതാണിപ്പോൾ ജനത്തിൻ്റെ ഇടയിലുള്ള ചോദ്യം. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഒക്കെ സലാത്താ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഒക്കെ സലാത്താ. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. ഒക്കെ സലാത്താ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇതൊക്കെ എങ്ങനെയുണ്ട്? യതഖാറബു സമാൻ. ഞാൻ ഓതിയ ഹദീസ് അതാ. യതഖാറബു സമാൻ. ലോകം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. ഖിയാമത്ത് നാൾ അടുക്കുകയാണ്. അടുക്കുന്നതിൻ്റെ അടയാളങ്ങളൊക്കെ ഏറെക്കുറെ കണ്ടില്ലേ? ഞാനിതേ കയറി പിടിക്കണോ? വേണ്ട, ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഖിയാമത്ത് നാൾ അടുക്കുന്നു. യൻഖുസുൽ ഇൽമ്, മനുഷ്യന് അറിവ് കുറയുകയാണ്. ഞാൻ ഇന്നലെ എന്താ പറഞ്ഞേ? കുഴിയാലിപ്പടി പള്ളിയുടെ മെമ്പറിൽ നിന്നും അഹമ്മദ് നൂർ ഉസ്താദ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ എന്ന് ഒഴിവാകുന്നുവോ, ശേഷം വരുന്ന ഏത് പണ്ഡിതൻ വന്നാലും ആ മനുഷ്യനോട് എത്തുന്നതായ പാണ്ഡിത്യം ഉണ്ടാവില്ല. ഇൽമു കുറയണമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. ഇൽമുള്ള ആളുകളും കുറയുന്നു, ഇൽമും കുറയുന്നു. മുമ്പത്തെ രീതിയിലുള്ള വല്ല ഇൽമിന് വല്ല പരിഗണനയും ഇന്നുണ്ടോ? പറ. ഇന്നിപ്പോൾ എങ്ങനെയാണ് ദർശൊക്കെ നിലയിക്കണമെന്നറിയോ? ദർശൊക്കെ നിലയിക്കുന്നത് കുട്ടികളെ ചേർക്കാൻ വേണ്ടി ദർശയിലേക്ക് വരുമ്പോൾ ചോദിക്കും, ഉസ്താദേ ഓ ഇവിടെ +2 കിട്ടുമോ? ഉവ്വ. ഡിഗ്രി കിട്ടുമോ? ഉവ്വ. കമ്പ്യൂട്ടർ ഉണ്ടോ? ഉവ്വ. അന്നാ എൻ്റെ പിള്ളേനോട് ചേർത്ത്. അല്ലാണ്ടെന്ന് ഒരൊറ്റ പിള്ളേരെ കൊണ്ടൊന്നും ദർശി കൊടുന്ന് ഇറക്കണില്ല. അതിനൊന്നും ഒരു പരിഗണനയില്ല. ഹൈറേഞ്ചിലൊരു സ്ഥലത്തിന് വഴുതെന്ന് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ കാര്യമില്ല. ഞാൻ വഴുതിനി എല്ലായിടത്തിൽ അവിടെ കിടക്കുവാണല്ലോ. വഴുതിനി എന്ന് കഴിഞ്ഞപ്പോൾ ഒരു കാക്ക, ഉസ്താദേ ഉസ്താദ് അങ്കമല്ലേ? അവിടെ ദർശുണ്ടോ ഉസ്താദേ? ഉവ്വ, അവിടെ ദർശുണ്ട്. എൻ്റെ ഉസ്താദേ, എൻ്റെ മോന് അവൻ 17ാമത്തെ വയസ്സിലാണ് 4ാം ക്ലാസ്സിലെത്തിയത്. എന്നിട്ട് പിള്ളേർ മീശ പിടിക്കാമെന്ന് പറഞ്ഞ് ചെറുക്കൻ പഠിത്തം നിർത്തി. അപ്പം ഞാൻ അവനക്ക് ഏതായാലും നീ പള്ളിക്കൂടത്തിലൊന്നും പോകില്ലടാ, നീ ഒരു പണി ചെയ്യും, കുറച്ച് കോഴീനെ മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവനക്ക് കുറച്ച് കോഴീനെ മേടിച്ചു കൊടുത്തു. ഇവനതിനെ കൂടും അടയ്ക്കില്ല, കൂട് തുറന്നു വിടുകയില്ല, ഒന്നും കൂടെ ശ്രദ്ധിക്കില്ല. ഞാൻ പിന്നെ എനിക്ക് അർത്ഥം തിന്ന് തീർത്തു. എന്നാൽ ഇവൻ രണ്ട് പോത്തിനെ മേടിച്ചു കൊടുത്തു. ഈ പോത്തിനെ നോക്കട്ടെ എന്നരി തൊട്ടടുത്ത് പുഴയുണ്ട് ഉസായ. അവനെന്നെ വെള്ളത്തിൽ ഇറക്കൂല, കുളിപ്പിക്കില്ല, നോക്കില്ല. അവസാനം നഷ്ടത്തിന് പോത്തിനെ ഞാൻ വിറ്റു. എന്ത് പണി പറഞ്ഞിട്ടും അവന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഉസ്താദ്. നാളെ ഉസ്താദ് പോകുമ്പോൾ അവനെ ദർസിലേക്ക് കൊണ്ടുപോകണം ഉസ്താദെ പോകാൻ. അല്ലാണ്ടൊരു പിള്ളേരെ ദർസിലേക്ക് വിടൂല.
പോത്തിനെ നോക്കാനും കൊള്ളൂല, കോഴിയെ നോക്കാനും കൊള്ളൂല. 17ാമത്തെ വയസ്സിൽ 4-ലെത്തി എന്ന് പറയുമ്പോൾ ചെറുക്കൻ എന്തോരം നോക്കൽ കൊത്തുന്നേ പറഞ്ഞത്, എന്തോരം നോക്കൽ തോറ്റു. അവനാണ് ഇപ്പോൾ ദർശനേക്ക് കൊടുത്തത്. പരിഗണന പോയിന്നാ ഇനി പറഞ്ഞത്. ഞാൻ ഇതേ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് ഈ പരിപാടിയും നടക്കില്ല. പടച്ചോമ്പരം ഭൂമി, ഇത് ഹദീസാ, പടച്ചോമ്പരം ഭൂമിനെ സൃഷ്ടിച്ചപ്പോൾ ഭൂമി ചാഞ്ചാടി. അപ്പം അള്ളാഹു തആല പർവ്വതത്തിനെ വെച്ച് അങ്ങോട്ട് ഉറപ്പിച്ചു എന്നാ. അപ്പം മലക്കുകൾ ചോദിച്ചു, അള്ളാഹുവേ നിന്റെ സൃഷ്ടികളിൽ നിന്നും അശദ്ദു മിനൽ ജിബാലി, പർവ്വതത്തിനേക്കാളും ശക്തിയുള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അള്ളാഹു തആല പറഞ്ഞു, ഹദീദ്, ഇരുമ്പ് അതിനേക്കാളും ശക്തിയാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മലക്കുകൾ ചോദിച്ചു, ഇരുമ്പിനേക്കാൾ ശക്തമായത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇരുമ്പിനേക്കാൾ ശക്തിയായതാണ് തീയെന്ന് പറഞ്ഞു. ഞാൻ തീ ഇരുമ്പിനെ ഉരുക്കും. തീയിനേക്കാൾ ശക്തമായത് ശക്തിയായ വേറെ എന്തെങ്കിലും സൃഷ്ടിയുണ്ടോ റബ്ബേ എന്ന് ചോദിച്ചു. തീയിനേക്കാൾ ശക്തിയായതാണ് വെള്ളം. തീ എത്ര കൂടുതൽ വന്നാലും വെള്ളം കഴിച്ചാൽ അങ്ങ് കിട്ടൂ. പക്ഷെ ഡൽഹിയിൽ വെള്ളം ഇല്ലാണ്ടായിപ്പോയി, അതുകൊണ്ടാണ് വീടുകളൊക്കെ ഒന്ന് കത്തുന്നത്. വെള്ളത്തിനേക്കാൾ ശക്തിയായത് എന്തെങ്കിലും ഉണ്ടോ റബ്ബേ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, റീഹ്, കാറ്റ് അതിനേക്കാൾ ശക്തിയായതാണ്. കാറ്റിങ്ങോട്ട് വന്നാൽ പിന്നെ ഇവിടെ വല്ലതും ബാക്കിയുണ്ടോ ഹബീബേ? ഇരുമ്പ് ബാക്കിയുണ്ടോ? പാറ ബാക്കിയുണ്ടോ? തീ ബാക്കിയുണ്ടോ? വെള്ളം ബാക്കിയുണ്ടോ? വെള്ളമൊക്കെ ധൂളികളായിട്ട് പറക്കും. അതാ കാറ്റ്. ഖിയാമത്ത് നാളിൻ്റെ ഏറ്റവും കഠോരമായ ഒരു ഘടകമാണ് കാറ്റ്. കാറ്റ് വന്നാൽ മൊത്തം തകർന്നു. മനുഷ്യന്മാരൊക്കെ ഈയൽ പറക്കണവരെ പറക്കുന്നല്ലേ ഖുർആൻ പറഞ്ഞേ. കാറ്റിനേക്കാൾ ശക്തമായത് എന്തെങ്കിലും ഉണ്ടോ റബ്ബേ? നബി തങ്ങൾ പറഞ്ഞു, ആദമിന്റെ മക്കൾ ചെയ്യുന്ന സദഖയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തആല മറുപടി പറഞ്ഞു, മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി. എന്തിനെ തടുക്കാൻ പറ്റിയതാണ് സദഖ. അല്ലാണ്ട് നേർച്ച കുറ്റിയിൽ എഴുതി വെച്ചേക്കണ നിസ്സാരമല്ല. അസ്സദഖത്തു റദ്ദുൽ ബല, അതിൻ്റെ ഒരു വാക്കതാ. എല്ലാ ബലാകളെയും തടയാൻ സദഖയ്ക്ക് കഴിയും. അതുകൊണ്ട് ബഹുമാനികളെ, ഇന്നത്തെ അവസ്ഥയൊന്നുമില്ല. ചരിത്രത്തിനകത്ത് കാണാം, ഒരു വലിയ സമ്പന്നൻ്റെ വീട്ടിൽ വീട്ടുപടിക്കൽ ഒരു പാവപ്പെട്ടവൻ വന്ന് ചോദിച്ചു, എന്തെങ്കിലും തരാവോ, കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് തരാവോ. നല്ല ചൂടൻ റൊട്ടി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, മോള് കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുത്തു. ഇത് മേടിച്ചോണ്ട് ഈ മനുഷ്യൻ മേടിച്ചു, പിന്നെ തിരിച്ചു മേടിക്കാൻ പറ്റൂല, യാചകനല്ലേ മേടിച്ചങ്ങനെ. വീട്ടുകാരൻ കാക്ക അങ്ങോട്ട് വരുമ്പോഴേ മോളിത് കൊടുത്തിട്ട് അകത്തേക്ക് അത് ശകുനപ്പഴയായി പോയല്ലോടി. കാരണം ഈ റൊട്ടി കൊടുത്ത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇവക്കടെ കൈ അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു ഈ പെൺകുട്ടിയുടെ. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ഇയാളുടെ സ്വത്തും മൊത്തം നിസ്സാര ടൈം കൊണ്ട് നശിച്ചു. ഇത്ര പേർക്ക് കാലമൊന്നും വേണ്ട അള്ളാഹ്ക്ക് നമ്മളെ ദരിദ്രനാക്കാൻ. അധികം പേർക്ക് കാലം വേണ്ട നമ്മളെ മുതലാളിയാക്കാൻ. എന്തോരം അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെന്നറിയോ? അള്ളാഹുവേ, വട്ടിയൂർക്കാവുന്ന സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ആദ്യമായിട്ട് പട്ടുനൂൽ നൂല് കൊണ്ടിട്ട് സാരി ഉണ്ടാക്കിയ പട്ടുസാരിയുടെ കമ്പനി ഇട്ട ആളാണ് അബ്ദുൽ കരീം സാഹിബ് എന്ന് പറയും. ആദ്യമായിട്ട് ഒരു 10-40 കൊല്ലം ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ ഒരു 30 കൊല്ലത്തിൻ്റെ താഴെ ആവില്ല, 30 കൊല്ലത്തിൻ്റെ മുകളിലേക്കും. ഫിയറ്റ് കാറ് എൻ്റെ വീട്ടിൻ്റെ മുമ്പത്ത് ആദ്യമായിട്ട് വന്നത് അദ്ദേഹം കൊണ്ടുവന്ന്. കാറില്ലാത്ത കാലം. ആ മനുഷ്യനങ്ങോട്ട് പൊട്ടിയിട്ട് കാറും പോയി, കമ്പനിയും പോയി, നാട് വിട്ടിട്ട് തമിഴ്നാട്ടിലെ ഒരു ചേരിയിലെ ചെറ്റപ്പുരയിൽ പോയി കിടന്ന് മരിച്ചു. ദൂരം അനുഭവം ഉണ്ടെന്നറിയോ? അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആഹാരം വെളിച്ചാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതായിരിക്കുന്ന സലാം മുസ്ലിയാർക്കറിയാം. എൻ്റെ ഒരു ഹബീബ് വാടാനപ്പള്ളി സെൻറ്ററിൽ അറഫ ജ്വല്ലറി ചോദിക്കുക, ചരിത്രം ഭയങ്കര ചരിത്ര. 2 നിലയിൽ മണിമാളിക. ഈ നീന്തൽ കുളം ഉണ്ടല്ലോ, നീന്തിക്കളിക്കാനുള്ള കുളം, അങ്ങനെയുള്ളത് വരെ ഉള്ള മനോഹരമായ പുരയിടത്തിൻ്റെ നടുക്കുന്ന ടെറസ് വീട് മൊത്തം പോയി. നിസ്സാര നാളുകളെ കൊണ്ടാണ്. പക്ഷേ ആ മനുഷ്യൻ ഭയങ്കര ഈമാനുള്ള ആളായിരുന്നു. ഇപ്പോഴും ആ മനുഷ്യൻ ഹയാത്തിലുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ജീവിതം ഇസ്സത്തോടെ ആഖിബത്ത് നന്നായി മൗത്താകാനുള്ള മഹാഭാഗ്യം അദ്ദേഹത്തിനും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതെന്നറിയോ, ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ എടുത്തിങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ ധാരാളം പഠിപ്പുകൾ നമ്മളുടെ ഇടയിലൊക്കെ ഇത് കാണാം. നമ്മുടെയൊക്കെ ധാരണ നമ്മുടെ കയ്യിലിരിക്കണം, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവുന്ന അല്ല. മാലി എന്ന് മനുഷ്യന്മാർ പറയുകയാണ്, നബിത്തങ്ങൾ പറയാണ്, മാലി എൻ്റെ മുതൽ എന്നിട്ട് നമ്മുടെ മുതലുള്ളത് നമ്മ തിന്നത്, നമ്മ കുടിച്ചത്, നമ്മ ധരിച്ചത്, നമ്മ സദക്ക ചെയ്ത്. മാ തഖദ്ദമു മാലുക്കും നബീന റസൂലുള്ളാഹി. ഈ മനുഷ്യൻ ദരിദ്രനായി.
ഈ പെൺകുട്ടി വീടാന്തരം കയറി നടന്ന് യാചിച്ച് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഒരു മുതലാളിയുടെ വീട്ടുമുറ്റത്ത് ചെന്നു. കൈയില്ല, വലത്തെ കൈയില്ല. ഇടത്തെ കൈ കൊണ്ടിട്ട് കിട്ടിയത് വാങ്ങാൻ വേണ്ടി കൈ നീട്ടുമ്പോൾ ആ കുടുംബിനി, നല്ലൊരു സൗന്ദര്യമുള്ള കുട്ടി, ഇതിന്റെ വലത്തെ കൈ ഇല്ലാത്ത ആരും കാണില്ല, ഇത് കൈ നീട്ടി ജീവിക്കുകയാണ്. സൗന്ദര്യ നിറകുടമായ ഒരു പെൺകുട്ടി. അതിനെ വിളിച്ചു, കുളിക്കാൻ പറഞ്ഞു, കുളിപ്പിച്ചു, അകത്ത് കയറി. നിനക്ക് ആരുണ്ട്? ആരുമില്ല. എൻ്റെ മോനെ കൊണ്ട് നിന്നെ ഞാൻ വിവാഹം കഴിപ്പിക്കാം. മോനെ വിളിച്ചു, വലിയ പണക്കാരൻ, ടെറസ് വീടിന്റെ ഉടമ. മോനെ വിളിച്ചു, മോൻ വിവാഹം കഴിഞ്ഞു. കാരണം ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. തെണ്ടി വന്നൊരു പെൺകുട്ടിയാണ്. അതിനെ കയറ്റിയിരുത്തി വേണ്ടതുപോലെയൊക്കെ നടത്തി. ഭർത്താവിനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുത്തപ്പോൾ ഇടത്തെ കൈ കൊണ്ടിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോളെ വലത്ത് കൈ കൊണ്ട് കഴിക്ക്. അപ്പോൾ ഭർത്താവാവുന്ന മോൻ പറഞ്ഞു, ഫക്കീറന്മാർക്ക് അതബ് കുറഞ്ഞവരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതാണ് ആ മോൻ്റെ വായിൽ നിന്ന് വന്ന വർത്താനം. ഇത് ഈ കുഞ്ഞിനെ വല്ലാതെ അങ്ങോട്ട് വേദനിപ്പിച്ചു. കാരണം വലത് കൈ കൊണ്ട് കഴിക്കാൻ എന്നിട്ട് ഭർത്താവ് ആവശ്യപ്പെടുകയാണ്. അപ്പോഴാണ് വാതിലിൻ്റെ പിന്നിൽ നിന്നൊരു അശരീരി, മോളെ നിന്റെ വലത് കൈ നീ പുറത്തേക്കെടുത്തോ. നഷ്ടപ്പെട്ടു പോയ കൈ, പഴയ കൈ അതിനേക്കാൾ സൗന്ദര്യത്തോടെ മടക്കി കിട്ടി. ആധികാരികമായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഇങ്ങനെയൊക്കെ ധാരാളം അനുഭവങ്ങൾ ഈ ദുനിയാവിലുണ്ടായിട്ടുണ്ട്. ഒരു റൊട്ടി സദക്ക കൊടുത്തതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തിയതായ ഉപ്പാനെയും കുടുംബത്തിനെയും അല്ലാഹ് തകർത്തു കളയുകയും കൊടുത്ത മോളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. അത് ഇങ്ങനെ സദക്ക ചെയ്തതിൻ്റെ പേരിൽ ധാരാളം ഇങ്ങനെ കാണാൻ ബഹുമാനികളെ. ഞാൻ ദുആറുന്നത് എല്ലാവരുടെയും മനസ്സിൽ ഒന്നും കൂടെ ഒന്ന് ഉണർത്തിക്കോ. നമ്മ വളച്ചു കെട്ടിയ ഭൂമിയിൽ, നമ്മ പണിതുണ്ടാക്കിയ വീട്ടിൽ നിർഭയമായി അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിട്ട് ജീവിക്കാൻ, അങ്ങനെ ആ വീട്ടിൽ കിടന്ന് നന്നായിട്ട് മരിക്കാൻ, പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി മയ്യത്തടക്കാൻ. ഈ പൗരത്വ നിയമം ഇന്ത്യ രാജ്യത്ത് പൂർണ്ണമായിട്ടും നടപ്പിലായാൽ അടുത്ത അജണ്ട ഏക സിവിൽ കോഡാണ്. ഇപ്പം എന്തിയാ നിങ്ങളെ ഇങ്ങോട്ട് കയറ്റാതെ നിങ്ങളെ മാത്രം പുറത്താക്കിയിട്ട് ബാക്കിയുള്ളവരെ കയറ്റണേ? ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അതിക്രമമായി കടന്നു വന്നവരാണ് നിങ്ങളെ കയറ്റാൻ പാടില്ല. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എണ്ണി പറഞ്ഞ ബാക്കി 6 മതക്കാരും അവിടെ നിന്ന് ആട്ടി ഓടിച്ചവരാണ്. അഭയം തേടി ഇവിടെ വന്നവരാണ്. അഭയം തേടി വന്നവരും അതിക്രമിച്ചു വന്നവരും രണ്ടും രണ്ടാ. അതിക്രമിച്ചു വന്നാൽ നിങ്ങളെ കയറ്റൂല, അഭയം തേടി വന്നവർ കയറിക്കോട്ടെ. ഇതേ പോയിന്റ് തന്നെയാണ് ഏക സിവിൽ കോഡ് വരുമ്പോൾ ഇവിടെ കേൾക്കാൻ പോണത്. മനുഷ്യൻ ലോകത്തെ രാജ്യത്ത് തിങ്ങിക്കഴിഞ്ഞു. മനുഷ്യന്റെ നിലനിൽപ്പ് ശുദ്ധജലത്തിലാണ്. ശുദ്ധജലം മണ്ണിന്റെ അടിയിലാണ്. മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ശുദ്ധജലം മനുഷ്യ ശവങ്ങൾ കുഴിച്ചിടുന്നതിന്റെ പേരിൽ മലിനമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറ്റ ഡെഡ് ബോഡിയും മണ്ണിൽ കുഴിച്ചിടാൻ പാടില്ല. ഇലക്ട്രിക് ചെതയിൽ ദഹിപ്പിക്കണം. ഏക സിവിൽ കോഡ് അല്ലാഹു കാക്കുമാറാകട്ടെ. ഖിയാമത്ത് അടുക്കുമ്പോൾ നമ്മുടെ ഇടയിലുണ്ടാകുന്ന ഒരു ശൈലിയെ പറ്റി തങ്ങളൊരു സൂചന. ഇത് ഇൽമ് ഉണ്ടാവില്ല. ഖിയാമത്ത് അടുക്കുന്നു, ഇൽമ് കുറയും, പിശുക്കന്മാരധികരിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളിതിൻ്റെ ക്രമം ഒന്ന് ശ്രദ്ധിച്ചേ. ഉറങ്ങാത്തൊരു ലോകം അവസാനിക്കുന്നു, വിജ്ഞാനം കുറയുന്നു. ഇത് ഓരോന്നും എനിക്ക് വിശദീകരിക്കാൻ താല്പര്യമുള്ള വിഷയം. ഇത് ഞാൻ എൻ്റെ പഴയ കാലത്തേക്കാണെങ്കിൽ ഈ ഹദീസ് ഓരോന്നെടുത്തിട്ട് ഓരോ ദിവസം വിശദീകരിക്കും. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ വളരെ സമയം കുറവാണല്ലോ. ഖിയാമത്ത് അടുക്കുന്നു, വിജ്ഞാനം കുറയുന്നു, പിശുക്ക് അധികരിക്കുന്നു എന്ന് നബീന റസൂലുള്ളാഹി. പിശുക്ക് അധികരിക്കും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇടയിൽ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിനൊക്കെ മാറ്റം വന്നെങ്കിലും പിശുക്ക് നമുക്ക് എവിടെയെങ്കിലും ഉണ്ടോ? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 1 കിലോ ചാള മേടിച്ചാൽ ഒരാഴ്ച കൂട്ടും. ഒരാഴ്ച കുടംപുളിയൊക്കെ ഇട്ട് അങ്ങോട്ട് തിളപ്പിച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 ദിവസം ഈ ചാറ് മാത്രം ചിരിച്ച് മുക്കിയെടുത്ത് പിള്ളേർക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇത്തിരി കഞ്ഞവെള്ളവും ഇത്തിരി ഉപ്പും കൂടെ കഴിച്ച് ഇത്തിരി മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് പിന്നെ ചാള ഓരോന്നോരോന്ന് എടുക്കും. ഒരാഴ്ച 1 കിലോ ചാള. ഇന്നൊരു 5 കിലോ നെയ്മീൻ മേടിച്ചിട്ട് ഉച്ചയ്ക്ക് വെണ്ണുമ്പിളെടുത്തേക്ക് കൊണ്ടു കൊടുത്തു നോക്കി. വൈകുന്നേരം നമ്മൾ ചോറിഞ്ഞാന്നിട്ട് ഇതെന്തത് മാങ്ങാ ചമ്മന്തിയാ? അപ്പം ഉച്ചക്കെല്ലാം കൂടെ വൈകിട്ടില്ല, ഇനി രാത്രി വൈകുന്നേരത്ത് ഉണ്ടോ?
5 കിലോ നെയ്മി ഉച്ചക്കത്തേക്ക് വായിലിടാനുണ്ടായുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നമുക്ക് പിശുക്കുണ്ടോ? നമ്മളൊക്കെ സ്കൂളിൽ പോയതെങ്ങനെയാ? തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളിയും എല്ലാ ദിവസവും ഓരോ ജോഡി ഡ്രസ്സ് ഇട്ട്, ഒറ്റ ജോഡി ഡ്രസ്സ് ഇട്ടുണ്ടാവേ അല്ലേ? ഞാൻ ഓർക്കണ്ട് ഇപ്പോഴും പള്ളിക്കൂടത്തിൽ പോയത് ഈ പുസ്തകം ഇങ്ങനെ അങ്ങോട്ട് അടക്കി വെച്ചിട്ട് ഒരു കറുത്ത റബ്ബർ ഇട്ടിട്ട് ഇങ്ങനെ കോണായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കെട്ടുന്നത് ഇങ്ങനെ. നിങ്ങൾ ഓർക്കണ്ടോന്നറിയില്ല. ഞാൻ പള്ളിക്കൂടത്തിൽ പോയി കുറച്ചാളങ്ങനെ പോയി പള്ളിക്കൂടത്തിലാണെന്ന് പറഞ്ഞു. ഇങ്ങനെ അങ്ങോട്ട് കെട്ടും. ഇങ്ങനെ കെട്ടിയിട്ട് എന്ത് ചെയ്യും? ഈ പുസ്തകം എന്താ എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കും. ഇങ്ങനെ പള്ളിക്കൂടത്തിൽ പോകണം. ഇവിടെയാണ് ആദ്യമായിട്ട് കീറുന്ന ഷർട്ടിൻ്റെ ഇവിടെ. അത് ഈ പുസ്തകം ഇങ്ങനെ ഇരുന്ന് തേഞ്ഞ് പിന്നെ നടക്കണ കൂട്ടുകാരും ഇവിടെ കൈ പിടിക്കും. ഇവിടെ കൈ പിടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പിടിച്ച് തേയും. ഇവിടെ തേഞ്ഞുമ്പോൾ എന്ത് ചെയ്യും? ഇത് ആകോമ്പറം മറിച്ചിട്ട് നൂലിട്ടിട്ട് സൂചിയും നൂലും വെച്ച് തുന്നിത്തരും. 5 ദിവസം പള്ളിക്കൂടത്തിൽ പോയത് ഒറ്റ ജോഡി ഡ്രസ്സാണ്. ഇന്ന് നിങ്ങളുടെ മക്കളോട് പറഞ്ഞാൽ നടക്കുമോ? ഓരോ ദിവസവും ഓരോ ജോഡി ഡ്രസ്സാണ്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പിശുക്കുണ്ടോന്നാ ഞാനീ ചോദിക്കണേ. പിന്നെ എന്താ നബിത്തങ്ങളിൽ പറഞ്ഞത്? സമുദായത്തിൽ പിശുക്ക് അധികരിക്കും. എന്താ പിശുക്ക്? ഞാൻ ഇതേ കയറി പിടിക്കണില്ല കേട്ടോ, സമയം നമ്മൾ ഉദ്ദേശിച്ചിടത്ത് നിൽക്കണില്ല. പിശുക്കന്മാർ അധികരിക്കും എന്ന് നബിത്തങ്ങൾ പറഞ്ഞു. ഏതാ പിശുക്കെന്നറിയോ? തങ്ങൾ പറഞ്ഞ പിശുക്ക് ഞാൻ അങ്ങോട്ട് പറയാം. ഇന്ന അബ്ഖലന്നാസി മൻ യുദ്കറ ഇൻദഹു ഫലം യുസല്ലി അലയ്യ ഔ കമാ ഖാല റസൂലുള്ളാഹി. എൻ്റെ പേരിൽ സലാത്ത് അല്ലാത്തവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് നബിയിന റസൂലുള്ളാഹി. ഉണ്ടാവും വേറെ പിശുക്കുകളൊക്കെ വേറെ ഇവിടെ ഉണ്ട്, ഞാനതൊന്നും പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ എന്നോട് പറയാൻ പറഞ്ഞെങ്കിലും ഞാൻ പറയണില്ല. നബിത്തങ്ങളുമൊക്കെ പരിചയപ്പെടുത്തി പറഞ്ഞു തന്ന പിശുക്ക്, എൻ്റെ പേരിൽ സലാത്ത് ചെല്ലാത്തവനാണ് ഏറ്റവും വലിയ പിശുക്കൻ. ഈ പിശുക്ക് ലോകത്ത് അധികരിക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഈ പിശുക്ക് അധികരിച്ച പിന്നെ അടുത്ത പടി എന്താണെന്നോ? യക്സറുൽ ഹർജ്. ഹർജ് അധികരിക്കലാണ്. മൽ ഹർജ് യാ റസൂലുള്ളാഹ്. എന്താണ് ഹർജ് നബിയെ? ഖാല അൽ ഖത്ൽ നബിയിന റസൂലുള്ളാഹി. കൊലപാതകങ്ങളാണ്. തങ്ങൾ പറഞ്ഞു കൊലപാതകങ്ങൾ അധികരിക്കും. ഒന്നോടെ പറഞ്ഞൊരു അക്രമം. ലോകം അവസാനത്തിലേക്ക് എത്തുന്നു. മതവിജ്ഞാനത്തിന് പരിഗണന കുറയുന്നു. പിശുക്കന്മാര് അധികരിക്കുന്നു. കൊലപാതകങ്ങൾ വ്യാപകമാകുന്നു. നേർക്ക് നേരെ ഇതിൻ്റെ ശൈലി. ഖിയാമത്ത് എടുക്കുമ്പോൾ പിന്നെ വിവരം ഉണ്ടാവില്ല. വിവരം ഉണ്ടായ പിന്നെ സലാത്ത് എന്താണെന്നറിയില്ല. സലാത്ത് എന്താണെന്ന് അറിഞ്ഞെങ്കിലല്ലേ സലാത്ത് ഉണ്ടാവുള്ളൂ. അപ്പം സലാത്ത് വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ കൂടുന്നു. പറ, നിങ്ങളുടെ നാട്ടില്, നിങ്ങളുടെ വീട്ടില്, നിങ്ങളുടെ മഹല്ലില് സലാത്ത് വേണ്ട എന്ന് പറയുന്ന ആളുകൾ കൂടിയോ? പറ. അപ്പറയുന്നോണ്ട് നിങ്ങൾ ചെല്ലുന്നു അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അതിന്റെ അർത്ഥം, അല്ലാഹുവേ, അറേബ്യയിൽ ജനിച്ച അല്ലാഹുവേ, നിന്റെ ഹബീബാകുന്ന നാളെ ഞങ്ങൾക്ക് മഹ്ശറിൽ ശഫാഅത്ത് ചെയ്യുന്ന പൊന്നാര നബിയുടെ പേരിൽ നീ ഗുണം ചെയ്യണേ, രക്ഷ ചെയ്യണേ. സലാത്തായില്ലേ? ഇതിന്നൊരു വീട്ടിൽ ചെല്ലുമ്പോൾ കഴുത്തെ കെട്ടിക്കൊണ്ടുവരും. എന്ത് സലാത്ത്? വീണാലത്തുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മലയാളത്തിൽ എൻ്റെ പിള്ളക്കെഴുതി കൊടുത്താലും സലാത്തല്ലേ. അതിനാ ഞാൻ ജസൂലി തങ്ങളുടെ ഉദാഹരണം പറഞ്ഞ്. സൈനുദ്ദീൻ മഖ്ദൂമ തങ്ങൾ മൗലൂ കിതാബിനകത്ത് എഴുതി മങ്കൂസ് മൗലൂ എന്നും പറഞ്ഞിട്ട്. സൈനുദ്ദീൻ മഖ്ദൂമ തങ്ങൾ എഴുതിയോണ്ട് സലാത്തല്ലാണ്ടാവും. അതിൻ്റെ അർത്ഥം എന്തെന്നാ? യാ നബി എന്ന് പറയുന്നത് പിള്ളേടെ മാർഗം കഴിക്കാനുള്ള മുദ്രാവാക്യാണോ അപ്പോൾ ഇത്? എല്ലാ സലാത്തല്ലേ? യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും. ഞാൻ ചോദിക്കട്ടെ, ഇത് പിള്ളേടെ മാർഗം കഴിക്കാനുള്ള എന്താ ഇപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം? ആരാ ഇതൊക്കെ നോക്കണ ബഹുമാനികളെ? മുൻഗാമികളൊക്കെ മാർക്കത്തിന് ഇത് ഉപയോഗിച്ചിരുന്നു. അത് വേറെ കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വല്ലാത്ത പണി നടത്താൻ പോണേ. ഞാൻ പറയാ 7-ന്റെ അന്ന് ഈ പദ്ധതി നടത്തണം. കുഞ്ഞുങ്ങളുടെ സുന്നത്തൊക്കെ 7-ന്റെ അന്ന് നടത്തണം. അതാണ് നബിത്തങ്ങൾ കാണിച്ചെന്ന ചര്യ. മുമ്പൊക്കെ അങ്ങനെയല്ല. 10-16 വയസ്സാകുമ്പോഴാണ് ഈ ചെറുക്കനെ ഓടിച്ചിട്ട് പിടിക്കുക. അപ്പോൾ പിടിച്ചാൽ കിട്ടുമോ? അതുകൊണ്ട് കളരിക്കാരനെ ഏൽപ്പിക്കും. അല്ലാണ്ട് ഇപ്പോൾ സാധാരണക്കാരൻ പിടിച്ചാൽ ചെറുക്കൻ നിൽക്കില്ല. 10-16 വയസ്സായി കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ ഹാലെന്തായിരിക്കും ചിന്തിച്ചു നോക്കി. എന്നിട്ടൊരു കോഴിപ്പൂവിനെ കൂടെ ഇറക്കും. എന്നിട്ട് വാവിലാരെയൊക്കെ അങ്ങോട്ട് വിളിക്കും. ഒറ്റ കോഴിപ്പൂവിനെ ഇറക്കണേ. എന്നിട്ട് കുറച്ച് ഉരുളൻകിഴങ്ങും ഒക്കെ ഇട്ടിട്ട് ഇച്ചിരി നീട്ട് ചാറൊക്കെ അങ്ങോട്ട് ആക്കിയിട്ട് അയലക്കങ്കാരും ബന്ധുക്കളും ഒക്കെ ഉണ്ടാവും. എല്ലാവർക്കും തികയത് ഒറ്റ കോഴിപ്പൂവൻ. ഇന്നോ
ഇന്ന് ഓരോ കോഴീനെ പുഴുങ്ങി ഓരോന്നിനും കൊടുത്താൽ ഞാൻ തികയില്ല. എന്തുകൊണ്ടാ തികയാത്ത? ബർക്കത്ത് പോയി. അന്നെങ്ങനെയാണെന്നറിയോ? അന്ന് ഇറച്ചിയില്ല, ചോറോ ഇല്ല. മാർക്കത്തിൻ്റെ അന്ന് തേങ്ങാച്ചോറും കോഴിക്കറി. റാത്തീവ് അങ്ങോട്ട് കഴിഞ്ഞു, തേങ്ങാച്ചോറ് വിളമ്പി കോഴിയിറച്ചിയായിട്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ ഇരിക്കണ കാക്ക, മോനെ ഇറച്ചി എന്തുട്ടാ? ഇറച്ചി നല്ല 1-ാം നമ്പർ കോഴിപ്പൂനെ അരിമാത്താത്ത ഇവിടെ നിർത്തി വളർത്തിയതാണ്. ആരാടാ അറുത്തതാരാ? അറുത്ത് ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ മുല്ലാക്ക അവിടെ ഉണ്ടായില്ല. എന്നിട്ട് ഷെയ്നുദ്ദീൻ കാക്കായ അറുത്ത് എന്നോട് പറഞ്ഞു, എടാ ഉള്ളേ ആ പരിപ്പ് ഇത്തിരി കൊണ്ട് വെച്ചടാ. നോക്കി കോഴി ഓർണത്തിന് അരച്ചിട്ട് എല്ലാവർക്കും എടുത്തിട്ടും ബാക്കിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പവർ നിങ്ങൾ കണ്ട. ഷെയ്നുദ്ദീൻ കാക്ക നിക്കിരിക്കാത്ത ആളല്ല, നിക്കിരിക്കണ ആക്കയാണ്. പിന്നെന്തേ? ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് സുബി ഖളാ വീട്ടണേ. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈ. ഇത്ര ഷെയ്നുദ്ദീൻ കാക്ക കുഴപ്പമുള്ളൂ. ളുഹറിനാണ് കാക്ക സുബി ഖളാ വീട്ടണേ. അതുകൊണ്ട് ഷെയ്നുദ്ദീൻ അറുത്ത കോഴീനെ എനിക്ക് വേണ്ട. കോഴിയിറച്ചി ഇവിടെ കിട്ടാനേ ഇല്ല. പക്ഷേ ഈ കോഴിപ്പൂവിൻ്റെ ഇറച്ചി വേണ്ട, ഇത്തിരി പരിപ്പും കൊഴിച്ചേരെ. ഇന്നത്തെ തീറ്റയൊക്കെ എന്താ പറഞ്ഞു നോക്കി. അങ്കമാലിയിലുള്ള ഹോട്ടലുകളിലെല്ലാം എഴുതി വെച്ചിരിക്കുക ഹലാൽ 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 ഫുഡ്. എന്തേ നീ ഹലാൽ കയറി തിന്നണേ? ഹലാൽ എന്നുള്ള ബോർഡ് കിട്ടിയാൽ മതി. പന്നിയിറച്ചി ഉണ്ടാക്കുന്ന കടയാണെങ്കിലും കുഴപ്പമില്ല. അവിടെ എത്ര മുസ്ലിമിൻ്റെ കടയുണ്ട് അങ്കമാലിയും ആ ടൗണും വിട്ട് അങ്ങോട്ട് പരിസരത്തൊക്കെ നോക്കിയാൽ. നിങ്ങൾ നോക്കി ഏത് കടയുടെ ഫ്രണ്ടിൽ ഹലാലെന്ന് പച്ച മഷിയിൽ എഴുതാത്ത ബോർഡുള്ളത് നോക്കി. വല്ല കടയിലും കയറിയിട്ട് അന്വേഷിക്കാറുണ്ടോ ഈ കോഴി ഈ ചിക്കൻ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്, ഈ ചിക്കൻ എന്തോരം പേരാ, ഈ ചിക്കൻ ആരർത്ഥതാന്ന്? ഓ പിന്നെ വള്ളിയിലെ മുല്ലാക്ക അർത്ഥതാ. ബഹുമാനികളെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി. അപ്പോൾ പോട്ടെ ഞാൻ പറഞ്ഞു വന്നെന്താ, ഇങ്ങനെ ഒരു കോഴിപ്പൂവിനെയൊക്കെ അറുത്തിട്ട് 15-ാമത്തെ വയസ്സിൽ ചെറുക്കനെ പിടിക്കാൻ വേണ്ടിയൊക്കെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഷറഫൽ അനാമ ഓതണത് യാ നബി സലാം അലൈക്കും. അപ്പം ഇത് മാർക്കം കഴിക്കാനുള്ള ആളും കൂടെ വരും, 2 കൈയൊക്കെ നീട്ടി. എല്ലാ ഉസ്താദന്മാരും അനുഗ്രഹമൊക്കെ കൊടുത്തങ്ങോട്ട് വിടും. അനുഗ്രഹമൊക്കെ മേടിച്ചോണ്ടിട്ട് ഈ ആളിപ്പുറത്തേക്കും കൂടെ വരുമ്പോഴത്തേക്കും വീട്ടുകാരൻ കാക്കാതെ കളരിക്കാരനോട് പറയും, പിടിച്ചോടാ. ഇവനെ 2-ാം മുണ്ട് പിടിപ്പിച്ച് നിർത്തിയേക്കുമല്ലേ, ഇവന് കരുതി തന്നെ ഇരിക്കണേ. പിടിക്കാൻ മന്നോ വന്നോട്ട് ഒരൊറ്റ ചാട്ടം കൊടുത്തോ മുറ്റത്തേക്ക്. രാത്രിയാ പരിപാടി. ഇവനൊക്കറിയാം തെങ്ങുംകുഴി എവിടെ, റബ്ബർ കുഴി എവിടെ, വാഴച്ചോട എവിടെയാണ്. ചുണ്ടലി പോണാരി ചെറുക്കനെ കൊണ്ട് പോയി. കാക്ക കളരി പഠിച്ചിട്ട് കാര്യമുണ്ടോ? കാക്ക ഇവിടെ നിന്ന് ചാടിയപ്പോഴത്തേ തെങ്ങുംകുഴിയിലേക്ക് പറഞ്ഞ് ചാടി, അവിടെ നിന്ന് ചാടിയപ്പോഴത്തേ പിന്നെ മാവേലേക്ക് നിടിച്ചു, അപ്പുറത്തേക്ക് ചാടിയപ്പോൾ വാഴക്കുഴിയിലേക്ക് ചാടി. അങ്ങനെ അപ്പുറത്തേക്ക് വന്നപ്പോൾ മുരിക്കിൻ്റെ മുകളിൽ കയറി ഷറ്റ് കയറി. അങ്ങനെ മൂപ്പല നിരാശപ്പെട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഹാലെന്താ? യാ വാലിയൽ ഹസനാതി യാ റഫീഅദ്ദറജാതി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വീട്ടുകാർ എന്താണ് ഉള്ളത് ഇവിടെ? എന്താണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ചെറുക്കനാ ചുണ്ടലി വാന എവിടെ പോയെന്ന് ഞാൻ കണ്ടല്ലോ. എൻ്റെ അതും കൂടെ ഒക്കെ ഇവിടെ ചെടിയായി അവിടെ മുട്ടിയുടെ കീറി. ഇനിയിപ്പോൾ ആണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഇവിടെ പണിയും തീർന്നു. ഇവിടെ യാനബി ഉള്ളല്ലോ വേണമല്ലോ പണി നടത്താൻ. ഇവിടെ ആണെങ്കിൽ തീരുകയും ചെയ്തിട്ട് പണി. ഇപ്പം തൽക്കാലം തേങ്ങാച്ചോറ് വിളുമ്പോൾ ആ ചെറുക്കൻ പാപ്പാടോട്ട് അങ്ങോട്ട് പോട്ടെ, അല്ലാണ്ട് വാപ്പാരാൻ മനസ്സിലായില്ലേ? ആൾക്കാരുടെ ധാരണ യാനബി അയിനാന്ന. ഇതൊന്നും അല്ല. പിന്നെ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും. അള്ളാഹുവിൻ്റെ നബിയെ അവിടത്തേക്ക് അള്ളാഹിൻ്റെ രക്ഷയുണ്ടാകട്ടെ. അള്ളാഹിൻ്റെ റസൂലേ അവിടത്തേക്ക് അള്ളാഹിൻ്റെ രക്ഷയുണ്ടാകട്ടെ. യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും. അള്ളാഹുവിൻ്റെ ഹബീബായവരെ അവിടത്തേക്ക് അള്ളാഹിൻ്റെ രക്ഷയുണ്ടാകട്ടെ. അള്ളാഹുവിൻ്റെ രക്ഷയായവരെ അവിടത്തേക്ക് രക്ഷയുണ്ടാകട്ടെ. എത്ര അർത്ഥവത്തായ സലാത്താ നോക്കി. ഇതെല്ലാം ഇങ്ങനെ ചൊല്ലി ഒരു വീട്ടിൽ ഒരു സലാത്ത് ഒരാൾ ചെല്ലുമ്പോൾ 10 പാപം പൊറുക്കുന്നു, 10 പദവികൾ ഉയർത്തുന്നു, 10 അസ്വസ്ഥതകൾ മാറ്റുന്നു എന്ന് തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ഒരു വീട്ടിൽ ഈ ഒരു സലാത്തിൻ്റെ പദ്ധതി അങ്ങോട്ട് നടത്തിയാൽ നോക്കി എല്ലാ ഖുർആനും ഹദീസും അടിസ്ഥാനപ്പെടുത്തിയുള്ള വാചകങ്ങൾ ഇതിനകത്തുള്ളൂ. അല്ലാണ്ട് സൈനുദ്ദീൻ മഖ്ദൂമി തട്ടിപ്പെഴുതി വെച്ചിട്ടില്ല. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമീൻ വസമ്മാഹു മുഹമ്മദാൻ. അല്ലാഹു തആല പരിശുദ്ധനാണ്.
റമദാൻ മാസത്തിൽ ഞങ്ങളിലേക്ക് നക്ഷത്രങ്ങളുടെ ഇടയിൽ ചന്ദ്രനെ പ്രത്യക്ഷപ്പെടുത്തിയതുപോലെ പ്രവാചകനെ ഞങ്ങളിലേക്ക് ഇറക്കിയതായ റബ്ബേ, ആ പ്രവാചകനെയാണ് നീ ആദ്യമായി സൃഷ്ടിച്ചത്. ആ നബിയുടെ നൂറാണ്. ആ നൂറിന് നീ മുഹമ്മദ് എന്ന് പേര് വിളിച്ചു. അവ്വലുമാ ഖലഖല്ലാഹു നൂരി നബിയുനാ റസൂലുള്ളാഹി. എല്ലാം ഖുർആനും ഹദീസുമാ. ഇതെങ്ങനെ അങ്ങോട്ട് ചൊല്ലിയിട്ട് അത് തന്നെ ബൈത്തായിട്ട് അങ്ങോട്ട് ചെല്ലും. അന്താ തത്ലഉ ബൈനന ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅശറഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. ആ ഗദ്യം പദ്യമാക്കി. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിന് പിന്നെ ജവാബ് കൊടുക്കും. ജവാബ് എന്തെന്നാ? الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. ഇതിങ്ങനെ ഇത് നിങ്ങളുടെ ഈ മധു ഇങ്ങനെ പാടുമ്പോൾ അതിൻ്റെ ജവാബ് മൊത്തം സലാത്ത്. എന്നിട്ട് അടുത്തത് ചെല്ലും. അന്ത ഉമ്മുൻ അം അബു മറഅയ്ന ഫീഹിമാ മിദ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അപ്പോൾ വീണ്ടും ചെല്ലും അസ്സലാത്തു അലൻ നബി. ഇങ്ങനെ നിങ്ങളൊന്ന് ചിന്തിക്ക്, ഒരു മൗലൂദ് ഒരു വീട്ടിൽ അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര സലാത്തില്ല എന്ന് പറ. ഞാൻ ചോദിക്കട്ടെ, ഇന്നിതുണ്ടോ? അതാണ് പിശുക്കന്മാർ അധികരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതിങ്ങനെ വന്നാൽ പിന്നെ നിങ്ങൾ കശാപ്പുകൾ പ്രതീക്ഷിക്കാം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പരിഹാരം എന്താ? സലാത്ത് തന്നെ പരിഹാരം. ഞാൻ പറയാ, ഡെയിലി 100 എണ്ണം ചൊല്ലിക്കോ. ഇന്നിപ്പോൾ മൗലൂദ് കഴിക്കുകയാണെങ്കിലും അവിടെയൊക്കെ തട്ടിപ്പാണേ. ആ മൗലൂദ് കഴിക്കുകയാണെങ്കിലും അന്തവും അപ്പോൾ ആരെങ്കിലും അസ്സലാത്തു അലൈഹി തുടങ്ങുവാണെങ്കിലും അവിടെ കൊടുക്കൂല. ഈ ബൈത്ത് തന്നെ അങ്ങോട്ട് ചൊല്ലിപ്പോവും. സലാത്ത് കൊണ്ടൂല. എല്ലാത്തിലും തട്ടിപ്പാണ്. ഈ മൗലൂദ് നടന്നാൽ തന്നെ സലാത്ത് ചൊല്ലിപ്പിക്കൂല, ബൈത്ത് ചൊല്ലിക്കൊണ്ട് അങ്ങോട്ട് പോകും. ബൈത്താനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇവിടെ സലാത്താണ്. സലാത്ത് മുഴങ്ങണില്ല. സലാത്ത് ചൊല്ലിയിട്ട് ദ്വാരനാലല്ലേ ഫലം കിട്ടുള്ളൂ. സലാത്തൻ തുഞ്ചീനാ ബിഹാമിൻ ജബീൽ അഹ്വാലിൽ ബലിയാത്തൻ ദ്വാരക്കുകയും ചെയ്യും. സലാത്തുകൾ ഭരിപ്പിക്കട്ടെ, വീട്ടിലും വരട്ടെ മോളെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തോരു കാര്യങ്ങളപ്പോൾ ഇതിനകത്ത് വന്ന്. പഠിച്ചവനെ, എൻ്റെ കാര്യങ്ങൾക്ക് നീ മതിയല്ലാ. പൗരത്വ നിയമം മന്നണ്ട് പഠിച്ചവനെ. അള്ളാഹുവേ, എനിക്കതിനകത്തൊന്നും പേടിയില്ല റബ്ബേ. എന്നെ അറക്കാനാണ്, അല്ലെങ്കിൽ എന്നെ ബലാത്സംഗം ചെയ്യാനാണ് നിന്റെ വിധിയെങ്കിൽ അത് വരും റബ്ബേ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ജല്ല ജലാലായ റബ്ബേ, എനിക്ക് നീ മതി റബ്ബേ. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. മുൻഗാമികളിലേക്ക് കൊണ്ടേ കൊളുത്തിക്കോ. നമ്മുടെ ബന്ധം മുൻഗാമികളിലേക്ക് കൊണ്ടേ കൊളുത്തിക്കോ. മുൻഗാമികളോടും പറഞ്ഞു, ഇതുപോലെ നിങ്ങളെല്ലാം കൊല്ലാൻ പോവുക, പട്ടാളം എല്ലാം റെഡി ആയിട്ടുണ്ട്, പട്ടാളത്തിനെ സഹായിക്കാൻ വേറെ അർത്ഥ സൈനികരുണ്ട്, നിങ്ങളൊക്കെ കൊല്ലാനാ തീരുമാനം. അപ്പോൾ അവർ മറുപടി ചോദിച്ചു, ഓഹോ അങ്ങനെയാണോ? ഞങ്ങളെ അങ്ങനെ കൊല്ലാനാ തീരുമാനമെങ്കിൽ ഞങ്ങൾക്കൊന്നും പ്രശ്നമല്ല. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്, അത് തന്നെ ഹസ്ബനല്ലാഹു വനിഅമൽ വക്കീൽ. അവർ പറഞ്ഞ മറുപടി ഞങ്ങൾക്ക് ഞങ്ങളുടെ അല്ലാഹ് മതി. ഇത് പറ. അശ്വരി തങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ പറഞ്ഞു കൊടുക്കണ ഇതാ പെൺപിള്ളേരോടൊക്കെ ഹസ്ബി റബ്ബി 100 പ്രാവശ്യം ചൊല്ലിക്കോ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ മക്കളെ കൊണ്ടൊക്കെ ചൊല്ലിപ്പോൾ അവൻ തന്നെ 100 വരും. ഇതിനകത്തെല്ലാം ഉണ്ട്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബിഹി ഗൈറുല്ലാഹ്. കച്ചവടം ചെയ്തോ, കൊട്ടാരം പണിതോ, എസ്റ്റേറ്റ് മേടിച്ചോ, കാറ് മേടിച്ചോ, ഒരു തടസ്സവും അവർക്കുമില്ല. പക്ഷേ ഒന്നും ഹൃദയത്തിലേക്ക് കയറരുത്. മൈതാനികുളത്തെ ഞാൻ കാണിച്ചെന്നില്ലേ? ഓസില്ലാതമേ കപ്പൽ മുങ്ങി. ഞാൻ നോക്കി ചങ്കിലേക്ക്, ഹൃദയത്തിലേക്ക്. അൽഹംദുലില്ലാഹ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവരെ, നമ്മുടെ കപ്പലല്ല മുങ്ങിയത്. ഇങ്ങനെ നോക്കി, അൽഹംദുലില്ലാഹ്. മുങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ്, മുങ്ങിയില്ല എന്ന് അല്ല എന്താ അതെ മുങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിന് വല്ല വിഷമം ഉണ്ടായോ എന്നാ ഞാൻ നോക്കിയത്. ഒരു വിഷമം ഉണ്ടായില്ല. അപ്പം ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്. മുങ്ങിയില്ല എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം ഉണ്ടായോ? ഒരു സന്തോഷം ഉണ്ടായില്ല. അപ്പം ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്. എന്താ കപ്പലിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല? മുസ്ലാദം പറഞ്ഞു കൊടുത്തില്ലേ, എടോ ഈ ദുനിയാവ് ഒരു കടല, അതിലൂടെ സഞ്ചരിക്കുന്ന കപ്പലാണ് നീ.
വെള്ളമില്ലാണ്ട് കപ്പലിന് സഞ്ചരിക്കാൻ പറ്റൂല. പക്ഷേ കപ്പലിൻ്റെ ഉള്ളിൽ വെള്ളം കയറണ്ടാൽ മാഫീ ഖൽബി ഗൈറുല്ലാഹ്, പടച്ചവനെ എൻ്റെ ഹൃദയത്തിൽ നീയല്ലാതെ മറ്റൊന്നുമില്ല റബ്ബേ. നൂറു മുഹമ്മദ് സല്ലല്ലാഹ്, അല്ലാഹുവേ നീ ആദ്യമായി പഠിച്ചത് പന്നാർ നബിയുടെ നൂറാണ്. ആ നൂറാകുന്ന നബിത്തങ്ങൾക്ക് നീ ഗുണം ചെയ്യണേ റബ്ബേ. നമ്പർ 1 സലാത്ത് നോക്കിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മക്കളെ കൊണ്ടൊക്കെ ചെല്ലിപ്പിക്കുക. അസ്മി റബ്ബി 100 പ്രാവശ്യം ചെല്ലുമ്പോൾ സലാത്ത് വന്നു. ഞാൻ നിങ്ങളോട് പറയാം, ഡെയിലി 100 സലാത്ത് അങ്ങ് പതിവാക്കിക്കോ. ഭയങ്കര മാറ്റം ജീവിതത്തിന് വരും. ഇതൊന്നും നമ്മുടെ കുടുംബത്തിൽ ഇല്ലാതെ പോയി. ഇങ്ങനെയുള്ള കാലഘട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രതീക്ഷിക്കേണ്ടത് കലാപങ്ങളാണ്. ഇങ്ങനെ കലാപങ്ങൾ വരുമ്പോഴും നമ്മൾക്ക് നഷ്ടം വരും. തങ്ങൾ പറഞ്ഞു, അൽ ഖാത്തിലു വൽ മഖ്തൂലു ഫിന്നാർ. കലാപങ്ങൾ വരുമ്പോൾ കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും നരകത്തിലാവുന്ന കാലഘട്ടം ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെ കൊല്ലുന്നത് പേര് വെച്ചിട്ടാ കൊല്ലണേ. കൊലയാളിയോ നരകത്തിൽ, കൊല്ലപ്പെടുന്നവൻ നരകത്തിലാകാൻ പാടില്ല. അതിനെന്ത് ചെയ്യണം? ഈമാൻ വേണം. ഈമാൻ എന്നെങ്കിൽ സലാത്ത് കയറണം. സലാത്ത് കയറുമ്പോൾ ഈമാൻ നമുക്ക് കയറി. അതിനോടൊപ്പം തന്നെ ആഖിറത്തിൽ ശുഹദാക്കളുടെ കൂട്ടത്തിൽ പദവി കിട്ടി. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന ഔലന്നാസി ബിയൗമിൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാത്തൻ. ഞാനവിടെ തൊട്ടിട്ടില്ല, അതവിടെ ഇരിക്കട്ടെ. നാളെ മഹ്ശറയിൽ അള്ളാഹിനോട് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് ഏറ്റവും അടുപ്പം കിട്ടുന്നത് ഈ സലാത്ത് കൊണ്ടിട്ടാണെങ്കിൽ തുല്യതയില്ലാത്ത അമലാണ് സലാത്ത് കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം മലക്കുകളെ സൃഷ്ടിക്കാൻ കാരണമാക്കപ്പെട്ട അമലാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞില്ലേ, നമ്മുടെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും കൊണ്ടാ സ്വർഗം കിട്ടണേ ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളാണെന്ന് ഇന്നലെ അമനൂർ ഉസ്താദ് പറഞ്ഞില്ലേ. അതുകൊണ്ടൊന്നും അല്ല കിട്ടണത്. നമ്മുടെ നിസ്കാരത്തിന് പകരം, ഓ അള്ളാഹ് നീ എനിക്ക് കണ്ണു തന്നല്ല, ഞാൻ അതിന് പകരം നിസ്കരിക്കുകയാണ് റബ്ബേ. അള്ളാഹ് നീ എനിക്ക് കാത് തന്നല്ല, അതിന് പകരം ഞാൻ സക്കാത്ത് വരുവാണ് റബ്ബേ. അള്ളാഹ് എനിക്ക് നീ നാക്ക് തന്നല്ല, അതിന് പകരം ഞാൻ നോമ്പ് പിടിക്കുകയാണ് റബ്ബേ. അള്ളാഹ് നീ എനിക്ക് 2 അധരങ്ങൾ തന്നു റബ്ബേ, അതിന് പകരമായി ഞാൻ ഹജ്ജ് ചെയ്യുകയാണ് റബ്ബേ. തീർന്നു. ഇനി ഈ പിരികത്തിന് എന്ത് കൊടുക്കും? ഈ തലച്ചോറിന് എന്ത് കൊടുക്കും? ഈ തലയോട്ടിക്ക് എന്ത് കൊടുക്കും? ഈ ഹാർട്ടിന് എന്ത് കൊടുക്കും? ഈ കരളിന് എന്ത് കൊടുക്കും? ഈ വൃക്കയ്ക്ക് എന്ത് കൊടുക്കും? ഈ ജോയിൻറ്റുകൾക്ക് എന്ത് കൊടുക്കും? ഈ തൊലികൾക്ക് എന്ത് കൊടുക്കും? ഈ ഞരമ്പിൻ്റെ വ്യൂഹത്തിന് എന്ത് കൊടുക്കും? ഈ ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യുന്ന ലിറ്റർ കണക്കിലുള്ള ബ്ലഡിന് എന്ത് കൊടുക്കും? ഈ ചലനത്തിന് ഒന്നുമില്ല, ഒന്നും കൊടുക്കാനില്ല. അള്ളാനെ കാണുന്ന ലിഖ എന്ന പദവിയിലേക്ക് നമുക്ക് എത്തുകയും ചെയ്യണം. എത്തണ്ടേ? ലിഖായിന് നമുക്ക് വില നിശ്ചയിക്കാൻ പറ്റുമോ? അമൂല്യമാണ് അള്ളാനെ കാണുക എന്നുള്ള പവർ, അമൂല്യം. ആ അമൂല്യതയ്ക്ക് നമുക്ക് അർഹത കിട്ടണമെങ്കിൽ നമ്മൾ അമൂല്യമാകണം. അതെങ്ങനെ അമൂല്യമാകുന്നത്? നമുക്ക് വേണ്ടി പടച്ച തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ എതിരഭിപ്രായം പറഞ്ഞ മലക്കുകളെ നമുക്ക് വേണ്ടി സൃഷ്ടിക്കുകയാണ്. ഒരു മനുഷ്യൻ ഒരു സലാത്ത് ചെല്ലുമ്പോൾ ലോകത്തുള്ള പടച്ചവൻ്റെ സൃഷ്ടികളുടെ എണ്ണത്തിൽ അള്ളാഹ് മലക്കുകളെ സൃഷ്ടിക്കുന്നു. നമ്മളെ സൃഷ്ടിച്ചപ്പോൾ എതിര് പറഞ്ഞ പാർട്ടിയാ മലക്കുകൾ. എന്തിനാ പഠിച്ചവനെ ഇതുങ്ങളെ സൃഷ്ടിക്കണേ? നമ്മളെ പറ്റി പറഞ്ഞത് അങ്ങനെയാ. അള്ളാഹ് പറഞ്ഞു, ഇനി ആലവും ആലാത്താലമോ, നിങ്ങൾക്കറിയാത്ത എനിക്കറിയാം, ഞാൻ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മളെ ഉണ്ടാക്കിയപ്പോൾ അത് എതിര് പ്രകടിപ്പിച്ച് എതിരഭിപ്രായം പറഞ്ഞ മലക്കുകളെ നമുക്ക് വേണ്ടി അള്ളാഹ് സൃഷ്ടിക്കുന്നു. മക്കത്ത് കഅബത്തിലേക്ക് കയറുമ്പോൾ 1 ലക്ഷം മലക്കാ നമ്മുടെ അവിടെ കയറണം.